ക്യാമ്പ് തുടങ്ങിയാൽ ആവശ്യം വന്നാൽ ക്യാമ്പ് തുടങ്ങിയാൽ സ്വമേധ ആളുകൾ ക്യാമ്പിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതിനൊരു മുൻകൂർ നിർദ്ദേശം വേണ്ടല്ലോ. ആശങ്കയുള്ള ആളുകൾ ക്യാമ്പിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമമാണ് ഇവിടുന്ന് ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോളെ, ഈ ഭാഗം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ജില്ലയുടെ വിവിധ ഭാഗത്ത് എടക്കൽ, വെള്ളച്ചാട്ടം, പാടിപ്പറമ്പ്, അമ്പലവയൽ RARS ഏതാണ്ട് ഒരു 25, 30, 40 കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനുശേഷമാണല്ലോ മേപ്പാടിയിലെ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്, മേപ്പാടി, പിന്നെ മുണ്ടക്കൈ, പുഞ്ചിരിമുട്ടം മേഖലയിൽ തെരച്ചിൽ നടന്നു. അവിടെയൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണല്ലോ ഇപ്പോൾ. അത് കഴിഞ്ഞ് വന്നു ബെങ്ങപ്പള്ളിയിൽ ഒരു വീടിന്റെ ഗ്ലാസ് പൊട്ടി, പൊഴുതണ, അത് സുഗന്ധഗിരി മേഖല. അത് കഴിഞ്ഞാണല്ലോ സുഗന്ധഗിരി മേലെ ഇറങ്ങി ചുരം ചെന്നാൽ എവിടെയാ, താമരശ്ശേരി മെഡിക്കൽ കോളേജ്, തിരുവമ്പാടി, കൂടരഞ്ഞി മേഖലകളിലും ശബ്ദം ഉണ്ടായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൌരവമായുള്ള പഠനം നടത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. അതുവരെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ക്യാമ്പുകൾ വയനാട്ടിൽ കേന്ദ്ര സംഘം എത്തിയിട്ടുണ്ട്. ചർച്ച ചെയ്യുന്നുണ്ട്. അവര് ചർച്ച ചെയ്യുന്നുണ്ട്. ജിയോളജി ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ടീമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഉണ്ട്. ഉത്തരവാദിത്തപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാ മേഖലകളിലും അവരിന്നുണ്ട്. ഇപ്പൊ വില്ലേജ് ഓഫീസർമാർക്ക് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. തഹസിൽദാർ എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ആശങ്കയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും മാറ്റും. പറഞ്ഞല്ലോ, ഒരുക്കുന്നുണ്ട്. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പ് നമ്മൾ ഒരുക്കും. ക്യാമ്പിലേക്ക് ഒരുക്കി കഴിഞ്ഞാൽ ആശങ്കയുണ്ടെങ്കിൽ സ്വമേധ എല്ലാവരും ക്യാമ്പുകളിലേക്ക് എത്തണം. അവരെല്ലാ സംരക്ഷണവും ഞങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ജിയോളജിസ്റ്റുകൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഉരുൾപൊട്ടലിന് ശേഷമുള്ള പ്രതിഭാസമാണെന്ന്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ MLA-ക്ക് ലഭിച്ചു? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് ആധികാരികമായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ശരിയല്ലല്ലോ. മുൻകരുതലായിട്ട് എങ്ങനെ അടുത്ത കാര്യങ്ങൾ? മുൻകരുതലായിട്ട് നമുക്ക് വേണ്ടത് ആശങ്കയുണ്ടെങ്കിൽ ക്യാമ്പിലേക്ക് മാറ്റണം. അവരെ സംരക്ഷിക്കണം. അല്ല, അമ്പലവയലൊക്കെ ഉൾപ്പെടെയുള്ള മേഖലകൾ ഈ മേഖലയൊന്നും മാറ്റി അമ്പലവയലാണ് കുറച്ച് സുരക്ഷിതം. അല്ലാതെ ഇതിന്റെ അടുത്ത് തന്നെ സ്കൂളുകളൊക്കെ ഉണ്ട്. അവിടെ തുടങ്ങാൻ കഴിയില്ലല്ലോ നമുക്ക്. അവരുടെ സുരക്ഷിതമാണ് നമുക്ക് ആവശ്യം. നാളെ മറ്റൊന്നും ഉണ്ടാകരുത്. അത് തന്നെയാണ്. ഇല്ല, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പോകാൻ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാർ ടീം വന്നു കഴിഞ്ഞാൽ മേലെ പോയിട്ട് പരിശോധിക്കും. കൂടാതെ മറ്റൊന്ന് വമ്പുകുത്തി മലയിൽ 2019 ഏതാണ്ട് 150 മീറ്റർ ദൂരം ചെറിയൊരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് സർവകക്ഷി യോഗം വിളിച്ചപ്പോഴും അമ്പുകുത്തി ഈ പ്രദേശത്ത് 2019 തൊട്ടടുത്ത പ്രദേശത്ത് ഒരു നീർച്ചാലുണ്ടായിരുന്നു പറയുന്നത്. അത് അടഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നത്. മുകളിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ റിസോർട്ടുകളുള്ളതുകൊണ്ടാണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അത് പരിശോധിക്കപ്പെടണം. എന്റെ ബലമായ സംശയം അത് തന്നെയാണ്. ഈ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള സംവിധാന ഭാഗമായിട്ടാണ് ആ ജലാശയം അടഞ്ഞുപോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഗൗരവമായി പരിശോധിക്കും. ഒരു റിസോർട്ടിലെ സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞുകൊണ്ട് അത് ആ വഴിമാറ്റി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. പരിശോധിക്കട്ടെ എന്താ സംഭവം എന്നുള്ള. അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്യും. അല്ല, ജില്ലാ കലക്ടർ ഈ സ്ഥിതിഗതിയിൽ വന്നതല്ലേ ഉള്ളൂ. അതിനൊരു വിലയിരുത്തൽ നടക്കുന്നേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അവർ വരണം, ഏരിയയിൽ വരണം, ഉദ്യോഗസ്ഥന്മാർ വരണം, പരിശോധിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടുള്ള പക്ഷേ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത് 2022 സമാനമായ രീതിയിലുള്ള ശബ്ദമുണ്ടായിരുന്നു. ഈ പ്രദേശത്തുള്ള ഒരു ക്ലബിലൊക്കെ തന്നെ വലിയ വിള്ളലൊക്കെ അന്ന് അവർ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ അത് മറ്റു അധികൃതരെ അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. സൗണ്ട് കേട്ടതിന് എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായി പറഞ്ഞല്ലോ, 2019 150 മീറ്റർ ദൂരം ഒരു വിള്ളലുണ്ട് എന്ന് ഞാനടക്കം മലമുകളിൽ പോയി പരിശോധിച്ച് ഉറപ്പുവരുത്തി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം തന്നെയാണ്. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ മന്ത്രിമാർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്.